വൈകിട്ട് പരാക്രമം കാണിക്കുന്ന കണ്ടാണ് ഞാൻ ദേ അടുക്കള ഭാഗത്തോട്ട് വരുന്നത്. രണ്ടു മുട്ടും വയ്യെങ്കിലും കുനിഞ്ഞു നിന്നിട്ട് ആ ചെടി എങ്ങനെയെങ്കിലും നടാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. വേറൊന്നുമല്ല, ഇതേപോലെ 2, 3, 4 മണി ചെടിയുടെ തണ്ടാണ് കേട്ടോ. നമ്മുടെ വീടിന്റെ വടക്ക് വശത്തൊരു കിണർ നിപ്പുണ്ട്. അതിന് തൊട്ടടുത്തായിട്ടാണ് ദേ ഈ ഭാഗം. നമ്മുടെ വീടിന്റെ കിഴക്ക് വശവും അതേപോലെ തന്നെ തെക്ക് വശവും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വെയിലാണ്, നിൽക്കാൻ പോലും പറ്റത്തില്ല. പണ്ടൊക്കെ മഹാഗണിയൊക്കെ നിന്ന സമയത്ത് നല്ല തണലുള്ള ഭാഗമായിരുന്നു. ഇപ്പം അവിടോട്ടൊന്നും നമുക്ക് അടുക്കാനോ വേണ്ടി പറ്റത്തില്ല. ഇവിടാണ് കുറച്ചെങ്കിലും തണലുള്ള ഭാഗം എന്ന് പറയുന്നത്. കിണറിൻ്റെ അടുത്ത വശമായതുകൊണ്ട് തന്നെ പുതിയ ചെടികളൊക്കെ നടുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് നടുന്നതായിരിക്കും നല്ലത്. കാരണം വെള്ളം കിട്ടാനൊക്കെ ഭയങ്കര സുലഭമാണ്. അപ്പോൾ നമ്മുടെ 10 മണി ചെടി അവിടോട്ട് നട്ടപ്പോഴാണ് ഞാൻ പറഞ്ഞു ഈ പോച്ചയൊക്കെ അങ്ങ് പറിച്ച് കളയാൻ ഇഷ്ടം പോലെ പോച്ച നിൽക്കുന്നു. അപ്പോഴമ്മ പറഞ്ഞു നിനക്കിത് ഓർമ്മയില്ലേ, ഇത് നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയാണെന്ന്. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, നേരത്തെ അമ്മ കുറച്ച് മണ്ടയൊക്കെ പിച്ചിയിട്ട് അവിടെ നിപ്പുണ്ടായിരുന്നു. മൊത്തത്തിൽ ആ ഭാഗത്തെ ആ പൊന്നാങ്കണ്ണി ചീര നമ്മളൊന്ന് പിടിച്ചെടുത്തിട്ട്, അതായത് പറിച്ചെടുത്തിട്ട് അതിൻ്റെ നല്ല വശമൊക്കെ നല്ല റൗണ്ടിൽ നമ്മൾ നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ കുളിയൊക്കെ പാസ്സായി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും നമുക്ക് എന്നാൽ ഇതൊന്ന് അരിഞ്ഞ് വെച്ചിട്ട് വൈകിട്ടത്തെ അത്താഴത്തിന് സെറ്റാക്കാമല്ലോ എന്ന് കരുതി. അങ്ങനെ കൊച്ചുമോനും അമ്മൂമ്മയും കൂടി ഇതേപോലെ ഇതിൻ്റെ കട്ടിയുള്ള തണ്ട് ഈ കാണുന്ന തണ്ട് നമ്മളങ്ങ് കളയും കേട്ടോ. ഏറ്റവും നൈസായിട്ടുള്ള തണ്ടും നല്ല കിളുന്ന ഇലയും നോക്കിയിട്ട് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമ്മുടെ ആ ഒരു ചീര, ചുമന്ന ചീരയും പച്ചച്ചീരയൊക്കെ തിന്നുമ്പോഴത്തേക്കും ഏതെങ്കിലും സീസണൊക്കെ ആകുമ്പോഴില്ലേ നമ്മൾ തിന്നുന്നത്. ഇത് പ്രത്യേകിച്ച് സീസണൊന്നുമില്ല, എപ്പോഴും ഇങ്ങനെ അങ്ങ് ഉണ്ടാവും. പക്ഷേ നല്ല ടേസ്റ്റാണ്, കറക്റ്റ് പച്ചച്ചീരയൊക്കെ തിന്നുന്ന പോലെ. ആരുടെങ്കിലും വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ആദ്യമായിട്ട് അറിയാത്തവരാണെങ്കിലും ഇനി എവിടെയെങ്കിലും വെച്ച് കാണുവാണെങ്കിലും ഇത് തോരൻ വെച്ച് കഴിച്ചു നോക്കൂ, അടിപൊളിയാണ്. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് പിന്നെ കാണാം.